എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തമിഴ്നാട് സേലം നൈനാമല ചന്തയിൽ വന്നിരിക്കുകയാണ്. പെരുന്നാൾ കഴിഞ്ഞ് രണ്ടാമത്തെ ചന്തയാണ്. കുട്ടികളൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. പോത്തുകുട്ടികൾ ഇന്ന് കുറവാണെന്ന് തോന്നുന്നു. കണ്ടറക്ക കുറച്ച് കുട്ടികൾ മാത്രം വന്നിട്ടേ ഉള്ളൂ. നമ്മൾ കുട്ടിയെടുക്കാനാണ് വന്ന പാലക്കാടുള്ളൊരു സബ്സ്ക്രൈബറുണ്ട്. അപ്പോൾ അവർക്കൊരു 10-15 കുട്ടി എടുക്കണം. പിന്നെ ഒരു കാങ്കയം കുട്ടി, ഗീറും ഒരു കുട്ടിയൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്. നോക്കാം ഇവിടെ എങ്ങനെയാണ് ഇന്നത്തെ രീതി എന്നൊക്കെ. 21 രൂപ ചോദിക്കുന്നുണ്ട്. ഈ ഒരു പോത്തുംകുട്ടിക്ക് 21 രൂപയാണ് ചോദിക്കുന്നത്. അവരുടെ 15 രൂപയ്ക്ക് മേളിലെ കച്ചവടം നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതൊരു കാളക്കുട്ടി, വളർത്താൻ പറ്റിയ നല്ലൊരു കാളക്കുട്ടി അവിടെ കൊണ്ട് 20 രൂപ ചോദിക്കുന്നുണ്ട്. അതിന് 20,000 രൂപയാണ് ചോദിക്കുന്നത്. നല്ല അടിപൊളി ഒരു കാളക്കുട്ടി തന്നെയാണ്. 20,000 രൂപ ചോദിക്കുന്നു. ബൈക്കുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്, കറവപ്പശുകളൊക്കെ. ഇവിടെ ഒരു പോത്ത്, എരുമ ഇതെല്ലാം നിൽപ്പുണ്ട്. പോത്ത് ഇന്ന് കുറവാണ്. ഇന്ന് ഒരു ലോഡേ വന്നിട്ടുള്ളായിരുന്നു. അത് നമ്മൾ വരുന്നുമ്പോൾ തന്നെ വിറ്റ് പോയിരിക്കുകയാണ്. എരുമയും ചെറിയ എരുമ കുട്ടികളുമാണ് കിടക്കുന്നത്. ഈ വണ്ടിയിൽ കുറച്ച് പോത്തും കുട്ടികൾ വന്നിട്ടുണ്ട്. ഇവിടെ അതിനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെറിയ പൊടിക്കുട്ടി നാടൻ കുട്ടികളാണ്. ഇവിടുത്തെ തമിഴ്നാട് കുട്ടികളാണ് വന്നിരിക്കുന്നതെല്ലാം. എന്താവുമെന്ന് കണ്ടറിയണം. സൈസ് പോത്തുകുട്ടികൾ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ കാണാനൊരു ചേല് അത്ര പോരാ ഇതിന്. ഇവിടുത്തെ തമിഴ്നാട് കുട്ടികളാണ്. ഒന്ന് കടന്നു പോയത്. ഇവിടെ ഒരു പോത്ത് നിൽക്കുന്നത്. അതിന് 35,000 രൂപ ചോദിക്കുന്നുണ്ട്. ഇതിന് 35,000 രൂപയാണ് അവരുടെ ചോദ്യം. 26 രൂപ പറഞ്ഞ് 26 പറഞ്ഞിട്ടും കൊടുക്കുന്നില്ല. അത്യാവശ്യം ഒരു 60-70 കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്നതാണ്. 35 രൂപ ചോദിച്ചാൽ നമ്മൾ 26 വരെ പറഞ്ഞിട്ടുണ്ട്. വേറൊരു പാർട്ടി അതിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 70 കിലോ കുറയാതെ എന്തായാലും വരും. 28 രൂപ അവർ പറഞ്ഞ് ഏകദേശം കച്ചവടം ഉറച്ച മട്ടാണ്. നമ്മൾ 26-ൽ നമ്മൾ വിട്ട്. അടുത്ത പാർട്ടി വന്ന് 27-28 രൂപ പറഞ്ഞിരിക്കുകയാണ്. അത് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. 28,000 രൂപയ്ക്ക് നല്ലൊരു സൈസ് പോത്ത് കുട്ടി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടീമിന് അത് വേണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അത് 28 രൂപയ്ക്ക് കച്ചവടമായി പോയി. എല്ലാം ഇനി എരുമകൾ ഇഷ്ടംപോലെ എരുമ വന്നിട്ടുണ്ട്. ഇന്ന് മീറ്റാവശ്യത്തിനുള്ള എരുമ ഒരുപാട് വന്നിട്ടുണ്ട്. ആ പോത്തും കുട്ടികളൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ട്. 18 രൂപ 17 രൂപയ്ക്കാണ് ഈ ചെറിയ പോത്തും കുട്ടികൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് പോത്തുകുട്ടി എടുപ്പ് നടക്കുമെന്ന് തോന്നുന്നില്ല. 2 ആഴ്ചയുടെ കഴിയും ഇവിടെ ലോഡ് പോത്തും കുട്ടികൾ പഴയതുപോലെ വരാനെന്നാണ് പറയുന്നത്. ഇന്ന് ആകെ ഒരു ലോഡേ വന്നിട്ടുള്ളൂ. അതിന് പിടിയും വലിയും. ഇതെല്ലാം ഇവിടുത്തെ നാടൻ കുട്ടികളാണ്. അതിന് വരെ ഇത്രയും വില ചോദിക്കുന്നുണ്ട്. അത്യാവശ്യത്തിൽ കൊമ്പും തലയൊക്കെ വൃത്തിയുള്ളതിന് അതിനനുസരിച്ചുള്ള വില ചോദിക്കുന്നുണ്ട്. 16 രൂപ മെയിനിയാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ചോദിക്കുന്നത്. പൊടി കുട്ടികൾ നമ്മളൊരു സമയത്ത് 8 രൂപ 7 രൂപ ആ റേഞ്ചിലൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ്. 16 രൂപ മെയിനി വില ചോദിക്കുന്നുണ്ട്. 11 രൂപ വെച്ച് പറഞ്ഞ ഒരു പാർട്ടി എന്നിട്ടും കൊടുക്കുന്നില്ല. 11 രൂപ വെച്ച് മെയിനി വില ചോദിച്ചിട്ടും കൊടുക്കുന്നില്ല. മിക്കവാറും അതൊരു 12 രൂപയ്ക്ക് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതൊരു 12 രൂപയ്ക്ക് കച്ചവടമായിരിക്കുകയാണ്. 12 രൂപ ഇവിടെ നിന്ന് മേടിച്ചിട്ട് വണ്ടി വാടകയും ചിലവും എല്ലാം കൂട്ടിയിട്ട് അത് എത്ര രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ വിൽക്കുമെന്തോ ഒരു പിടുത്തമില്ല. 12 രൂപയ്ക്ക് അത് വൻ നഷ്ടമാണ്. ഒരു സമയത്ത് 6 രൂപ 7 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന കുട്ടികളാണ്. അവിടെ ഒരു കാളക്കുട്ടി നിൽക്കുന്നുണ്ട്. അതിന് 18,500 ചോദിക്കുന്നുണ്ട്. സബ്സ്ക്രൈബറിന് വേണ്ടി നമ്മളൊരു കാങ്കയത്തിൻ്റെ ഗീറിൻ്റെ കുട്ടി ഇതിലേക്ക് വന്നപ്പോൾ ഇതിന് പറഞ്ഞതിന് കണ്ടു. പക്ഷേ 18,500 ചോദിക്കുന്നുള്ളൂ. ഇഷ്ടംപോലെ കുട്ടികൾ നിൽപ്പുണ്ട്. പശുക്കളൊക്കെ കണ്ടമാനം വന്നിട്ടുണ്ട്. പശു എരുമയൊക്കെ കണ്ടമാനം വന്നിട്ടുണ്ട്. നമ്മൾ ഏജൻറ്റ് പറഞ്ഞേക്കുന്നത് ഇനി ഒരു 2 ആഴ്ചയുടെ കഴിഞ്ഞാലേ ശരിക്ക് മാട് ഇറങ്ങി തുടങ്ങുള്ളൂ. ആന്ധ്ര, കർണാടക, ഒറീസ, ഹരിയാനയിൽ നിന്നൊക്കെ പോത്തുകൾ വന്നാലേ ഇവിടെ പഴയതുപോലെ സെറ്റാവുള്ളൂ എന്നാണ് പറഞ്ഞത്. എല്ലാ മാടുകളും പുറത്തുനിന്ന് തന്നെയാണ് വരുന്നത്. നല്ല പൈക്കുട്ടികളും മുരിക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. ഒരു കാങ്കയം തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. കാങ്കയം കിട്ടിയപ്പോഴേ എടുക്കണം. ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ 4 മണി മുതലാണ് ചന്ത. ആഴ്ച ഒരു ദിവസമേ ഉള്ളൂ.
നമ്മൾ ഏജൻറ്റിനെ 2 ദിവസം മുന്നേ വിളിച്ച് ചോദിച്ചു പറഞ്ഞ് കന്നാലികൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വന്നത്. ചെറിയ മുരിക്കുട്ടികളൊക്കെ അതാ ഇവിടെ ഇപ്പോൾ ഉണ്ട്. 2500-3000 രൂപയൊക്കെ ചോദിക്കുന്ന. അതൊന്നും പേടിച്ചാൽ നമ്മളെ നാട്ടിലെത്തൂല. കുറച്ച് പോത്തും കുട്ടികളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിലൊരു വെള്ള പോത്തും കുട്ടിയുണ്ട്. ഒരു ജോഡിയാക്കി ഇട്ടേക്കാണ്. 5-6 കുട്ടികൾ, ചെറിയ കുട്ടികൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ചെറിയ ചെറിയ വണ്ടികളിൽ ചെറിയ പോത്തും കുട്ടികളൊക്കെ വരുന്നുണ്ട്. വലിയ വണ്ടികളൊന്നും വന്നില്ല. 15 രൂപ വെച്ച് ഓരോന്നിനും ചോദിക്കുന്നുണ്ട്. 15 രൂപ മീനിയാണ് ഓരോന്നിനും ചോദിക്കുന്നത്. വെള്ള പോത്തും കുട്ടി അതിൻ്റെ കൂട്ടത്തിലുണ്ട്. എന്തായാലും നമ്മൾ ഇതുവരെയായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. കറവ പൈക്കളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. കറവ, ഇടക്കറവ, കറവ പറ്റിയ പശുക്കളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ചന്തയിൽ. അടുത്ത ഒരു വണ്ടിയിൽ അങ്ങനെ നമ്മൾ ഇനി മറുകയറ്റിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു വണ്ടി വരെ നമ്മൾ വിചാരിച്ച് പോത്തുകുട്ടിയായിരിക്കുന്നു. പക്ഷെ അതെല്ലാം കാളയും എരുമയാണ് ആ വലിയ വണ്ടിയിൽ വന്നത്. ഒരു കുട്ടികളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നല്ല വില ചോദിക്കുന്നുണ്ട്. ഇന്ന് ചന്തയിൽ അത്യാവശ്യം നല്ല വില കൂടുതലാണ്. ചെറിയ കുട്ടികൾക്ക് വരെ 15-20 ചോദിക്കുന്നത്. എടുപ്പുകാർ ഒരുപാട് വന്നിട്ടുണ്ട്. ഇന്ന് കന്നുകാലികളെ വാങ്ങാൻ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതാണ്. കന്നാലി കുറവും എടുക്കാൻ ആൾ കൂടുതലും വന്നു കഴിഞ്ഞാൽ ഇവിടെ വില കൂടുതലാണ്. ചെറിയ ചെറിയ വണ്ടികളിലെല്ലാം പശുവും എരുമയും മൂരിക്കുട്ടികളൊക്കെ ഇടത്തരം മൂരികളൊക്കെയാണ് ഇതിലും വന്നിരിക്കുന്നത്. ഈ 2 പോത്തും കുട്ടികൾ അവിടെ എനിക്ക് 40 രൂപ ചോദിക്കുന്നുണ്ട്. അതായത് ഒരു കൊച്ചു 2 പോത്തു കുട്ടികളാണ്. അതും നാടൻ കുട്ടിയാണ്. ഇവിടുത്തെ കുട്ടികളാണ്, തമിഴ്നാട് കുട്ടികളാണ്. 40 രൂപ അതിന് രണ്ടിനോട് ചോദിക്കുന്നുണ്ട്. 40 രൂപ ചോദിച്ചെടുത്ത് നമ്മൾ എന്തോ വില പറയാനാണെന്ന് ആലോചിക്കുകയാണ്. ഒരു 25-26 രൂപയ്ക്ക് അകത്ത് കിട്ടിയാൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഇവിടെ നീളമുണ്ട്. നാടൻ കുട്ടികളാണ്. ഇന്നത്തെ വില അനുസരിച്ച് 10-30 രൂപയ്ക്ക് മുകളിൽ കൊടുക്കേണ്ടി വരും. നമ്മളത് വേണ്ടെന്ന് വെച്ച്. ചെറിയ പോത്തും കുട്ടികളൊക്കെ ഇവിടെ കച്ചവടം കഴിഞ്ഞതാണ്. ഈ കിടക്കുന്നതെല്ലാം പോത്തും കുട്ടികൾ ചെറുതൊക്കെ ഒരേ സ്ഥലത്ത് നിൽപ്പുണ്ട്. ഒരു 5000-6000 രൂപയ്ക്കൊക്കെ ചെറിയ ഈ സൈസ് പോത്ത് കുട്ടികളൊക്കെ കിട്ടും. 6000-7000 രൂപയൊക്കെ കൊടുത്താൽ ഈ ചെറിയ പോത്തും കുട്ടികളൊക്കെ വാങ്ങാൻ പറ്റും. ഇന്ന് അതൊന്നും വാങ്ങിക്കൊണ്ട് പോയിട്ട് നമ്മൾ എത്ര കൊല്ലം അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. 2-3 വർഷം ആവണം അതൊരു പോത്തായി കിട്ടണം. നമ്മളൊന്ന് നേരത്തെയാണ് ചന്തയിൽ വന്നത്. എന്നിട്ടും നമുക്ക് ഒന്നിനും വാങ്ങാൻ പറ്റിയില്ല. പോത്തും കുട്ടികളും എരുമക്കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നല്ല എരുമക്കുട്ടികൾ ഇന്ന് ഇഷ്ടംപോലെ വന്നായിരുന്നു. വളർത്താൻ പറ്റിയ 1 വയസ്സ് 1.5 വയസ്സിൽ താഴെയുള്ള നല്ല എരുമക്കുട്ടികൾ വന്നായിരുന്നു. നല്ല മൊറ ക്രോസ് എരുമക്കുട്ടികൾ വന്നായിരുന്നു. ഈ ഒരു പോത്തും കുട്ടി അവർ 6000 രൂപയ്ക്ക് പറയുന്നുണ്ട്. 6000 രൂപ അവർ 6000 രൂപയ്ക്ക് മേടിച്ചതെന്ന് പറയുന്നുണ്ട്. നമ്മുടെ അടുത്ത് ചോദിച്ച് നമ്മളെ നാട്ടിൽ ഇത് എത്ര രൂപയ്ക്ക് ആവുമെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഇതൊരു 4000-5000 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ്. പക്ഷേ ഇതൊക്കെ മേടിച്ചാൽ നമ്മളെ നാട്ടിലെത്തുമെന്നൊരു ഉറപ്പില്ല. വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ചന്തയിലിറങ്ങി നടക്കാമെന്ന് വിചാരിച്ച് ഒരു കാങ്കയും കുട്ടിക്ക് വേണ്ടി നമ്മൾ അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ്. നമ്മളെ സബ്സ്ക്രൈബർ രണ്ടാമതാണ് വിളിച്ച് പറഞ്ഞത് ഗീറിൻ്റെ കിട്ടിയില്ലെങ്കിൽ കാങ്കയും കുട്ടിയായാലും മതിയെന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ രാവിലെ നല്ല ഒറ്റ കളർ സൂപ്പർ കുട്ടികളുണ്ടായിരുന്നു കാങ്കയത്തിൻ്റെ. 1-2 നമ്മൾ വില ചോദിച്ച് വില കൂടുതലാണ്. കാങ്കയം, ഗീർ, ഹാലിഗർ, താർപ്പാർക്കർ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഇവിടെ ഇനം കുട്ടികൾക്ക് അത്യാവശ്യം വില അവർ പറയുന്നുണ്ട്. പശുക്കളൊക്കെ കണ്ടമാനം ഇനിയും നിൽപ്പുണ്ട് ചന്തയിൽ. മീഡിയം സൈസ് 2 മൂരിക്കുട്ടികളാണ് നിൽക്കുന്നത്. ഹാലിഗറിൻ്റെ ഒരു പശു ഇവിടെ നിൽപ്പുണ്ട്.
നമ്മൾ 2-3 പ്രാവശ്യമായി ഇങ്ങനെ ചന്തയിൽ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഒന്നും അങ്ങോട്ട് കച്ചവടം വെക്കുന്നില്ല. എന്തായാലും നമ്മൾ ഇന്നെന്തായാലും പോത്തുകുട്ടി എടുക്കുന്നില്ലെന്ന് വിചാരിച്ചു. എടുക്കാൻ ഇല്ല, ഉള്ളതിന് പിടിയും വലിയും. നമ്മളെന്തായാലും ഇന്ന് എടുക്കുന്നില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ജല്ലിക്കെട്ട് സൈസ് കാളയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഡബിൾ കയറിലൊക്കെയാണ് അതിനെ ഇട്ടേക്കുന്നത്. ഇവിടുത്തെ നാടൻ പശു എന്നാണ് പറഞ്ഞത്, പശുവിൻ്റെ കുട്ടി എന്നാണ് പറഞ്ഞത്. അടുത്ത ആഴ്ച തൊട്ടൊക്കെ നല്ല രീതിക്ക് കന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെന്നറിയില്ല. അപ്പോൾ അത് കുറേ കൊച്ചു മുരിക്കുട്ടിയും പൈക്കുട്ടിയൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. അടുത്ത കുറച്ച് പോത്തും കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. അത് ഇവിടുത്തെ പോത്തുകളാണ്, നാടൻ പോത്തുകളാണ്. ഇവിടെ തമിഴ്നാട് പോത്തുകളാണ്. കൊമ്പൊക്കെ ഒരുപാട് ചാടിയതാണ്. ചെറിയ ഇറച്ചി വെട്ടുകാർക്ക്, ചെറിയ പാർട്ടിക്കൊക്കെ പറ്റിയാണ്. അത് 50 കിലോ 55 കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന പോത്തും കുട്ടികളാണ്. അതിന് നമ്മൾ വില ചോദിക്കാനേ പോയില്ല. അവിടെ താർ പാർക്ക് ക്രോസ് ഒരു മുരിക്കുട്ടിയായി പോണ്ട് 9500, ലാസ്റ്റ് 9500 കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അവർ കയറ കഴിച്ച് നമ്മളെ കൊണ്ട് തന്ന്, പക്ഷേ നമ്മളെ സബ്സ്ക്രൈബറിന് അത് വേണ്ടെന്ന് പറഞ്ഞ് 9500. ഇവിടെ ഒരു കാങ്കയത്തിൻ്റെ കുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു 18 രൂപ ചോദിക്കുന്നുണ്ട്. 18,000 രൂപയാണ് ഒരു ഈ കാങ്കയത്തിൻ്റെ കുട്ടിക്ക് ചോദിക്കുന്നത്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബറിന് വീഡിയോ ഇട്ട് കൊടുത്തപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് ഇത് മതിയെന്ന് പറഞ്ഞ് നമ്മൾ വില സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 10 രൂപ പറഞ്ഞ്, 10 രൂപയ്ക്കും കൊടുക്കൂല, 12 കൊടുക്കും, 15 കൊടുക്കൂലെന്നാണ് അവർ പറയുന്നത്. 16 രൂപ ലാസ്റ്റ് വേണമെന്നാണ് പറയുന്നത്. എന്തായാലും കയറ് ഞാൻ ഇനി പിടിച്ച് മേടിച്ചിട്ടുണ്ട്. നമ്മളെ ഏജൻറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ചിലപ്പോൾ ഒരു 14 രൂപയ്ക്ക് ലാസ്റ്റ് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. 14 രൂപ പറഞ്ഞ ഏകദേശം അവർ സമ്മതിച്ച് നിൽക്കുകയാണ്. 14 രൂപ സമ്മതിച്ച് ഏകദേശം നിൽക്കുകയാണ്. ഓക്കെ, ഞാൻ കയറെന്തായാലും മേടിച്ച് ഇനി എന്തായാലും അങ്ങ് കൊല്ലത്തോട്ട് പോകുന്ന വണ്ടിക്കാരെ ഏൽപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ നമ്മളെ ചെറുക്കനെ തൂക്കിയിരിക്കുകയാണ്. അത്യാവശ്യം പാലുകൂടിയൊക്കെ കിട്ടി, നല്ല കേടുമാറിയ കുട്ടി തന്നെയാണ്. അങ്ങനെ അവനതാ ഈ കൊല്ലത്തേക്ക് മാരാരിത്തോട്ടം ചന്തയിലേക്ക് പോകുന്ന വണ്ടിയിലേക്കാണ് കൊടുത്തു വിട്ടത്. കുണ്ട്രയുള്ള സബ്സ്ക്രൈബറിനാണ് വാങ്ങിയത്. ഇവിടെ കുറച്ച് പോത്തും കുട്ടികളൊക്കെ അവർ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ അതിരാവിലെ കച്ചവടം നടന്നതാണ്. നമ്മളൊക്കെ വരുന്നുമ്പോൾ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ കച്ചവടം നടന്നതാണ്. പോത്തുകുട്ടിയില്ലായിരുന്നു, എല്ലാവരും വാങ്ങി അവിടെ കെട്ടിയിരിക്കുകയാണ്. 1500 രൂപയാണ് ഈ ഒരു കുട്ടി കൊല്ലം മാരാരിത്തോട്ടം ചന്തയിലേക്ക് കൊണ്ടുപോകുന്നതിന് റേറ്റ്. ഇവിടെയൊക്കെ വലിയ എരുമകൾ ഒരുപാട് നിൽക്കുന്നുണ്ട്. എരുമ കണ്ടമാനം വന്ന്, എരുമയും പശുവൊക്കെ ഇന്ന് ഇഷ്ടംപോലെ ചന്തയിലുണ്ട്. എല്ലാം മീറ്റ് ആവശ്യത്തിനുള്ളത് തന്നെയാണ്. അല്ല, ഇടക്കറ പശുക്കളൊക്കെ ഇന്ന് ഒരുപാട് വന്നിട്ടുണ്ട്. അവർ 5 ലിറ്റർ 6 ലിറ്റർ പാലൊക്കെ പറയുന്നതിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതൊക്കെ മേടിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് നമ്മളെ നാട്ടിൽ വന്ന് തെളിഞ്ഞ് വല്ലതും കിട്ടിയാൽ ഓക്കെയാണ്. അല്ലെ പിന്നെ തടിപ്പശുവായിട്ടേ പോകത്തുള്ളൂ. ഇവിടെ നല്ല അകിടൊക്കെ ഇറങ്ങി നല്ല വലിയ അകിടമുള്ള പശുക്കളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്. തടിപ്പശുവിൻ്റെ റേറ്റിൽ എടുത്ത നാട്ടിൽ കൊണ്ടുവന്നൊന്ന് ഒരാഴ്ച തീറ്റ കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും എന്തുമാത്രം പാല് കിട്ടുമെന്ന്. ഇവിടെ കുറച്ച് എരുമക്കുട്ടികൾ, നല്ല അടിപൊളി എരുമക്കുട്ടികൾ നിൽപ്പുണ്ട്. നല്ല മുറ ക്രോസ് എരുമക്കുട്ടിയാണ് അവിടെ നിൽക്കുന്നത്. നല്ല സൂപ്പർ എരുമക്കുട്ടികൾ തന്നെയാണ്. 1 വയസ്സിന് മേളിൽ പ്രായമുള്ള എരുമയാണ് ഇതായി നിൽക്കുന്നത്. കുറച്ച് നാൾ നിർത്തി ഒന്ന് ചെന പിടിപ്പിച്ചെടുത്ത് അടിപൊളിയാവും. എരുമ തന്നെയാണ് ഈ നിൽക്കുന്നതും. നല്ല ക്രോസ് എരുമക്കുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം. എല്ലാം 20 രൂപയ്ക്ക് മേളിലോട്ടാണ് ചോദ്യം. 20-25 തന്നെയാണ് ചോദ്യം. ഒരു കുഞ്ഞ് പോത്തുകുട്ടിയെ, വെള്ള പോത്തുകുട്ടിയെ അവരിവിടെയുള്ള ആൾക്കാർ തന്നെ വാങ്ങിയിരിക്കുകയാണ്. അവർ വണ്ടിയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവരിവിടെ ഉള്ളവർ തന്നെ വാങ്ങി അവർ കൊണ്ടുപോകുന്നു. വെള്ളപ്പോത്തുകുട്ടി ഒരു വണ്ടിയിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ചന്തയിൽ ഇറങ്ങാൻ പോണേ. ഈ വയറും ചാടി നിൽക്കുന്ന ഈ ഇറങ്ങാൻ മേത്ത കുട്ടികളൊക്കെ അവർ അന്തം വിട്ട വിലയാണ് ചോദിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ.
അപ്പോൾ നമുക്ക് അടുത്ത കിടിലം വീഡിയോമായി കാണാം. ഓക്കെ, ബൈ.